നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികളെ മാറി ചിന്തിക്കാൻ ഇൻസ്പയർ ചെയ്ത് ഒരു യങ് ആൻഡ് വൈബ്രന്റ് ആക്ട്രസ് ആണ് ഇന്നത്തെ സെല്ലുലോയിഡ് ഗസ്റ്റ്. ഇപ്പോൾ ഈ വ്യക്തി തമിഴ്നാട്ടിലും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അനഘ മായ രവി ടു സെല്ലുലോയിഡ്. അനഘ, Hi. വെൽക്കം ടു സെല്ലുലോയിഡ്. Thank you. I can smell success. Really? കരിയർ ആക്ച്വലി റൈറ്റ് പേസിൽ ഇങ്ങനെ എക്സ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആർ യു ഹാപ്പി? No, definitely. ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ഇത്രയും റൈറ്റ് ആയിട്ടുള്ള ചോയ്സസ് എടുത്ത് ഇങ്ങനെ ഒരു സക്സസ് ഇങ്ങനെ കറക്റ്റായിട്ട് നെയ്തെടുക്കുന്ന പോലെ? പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവറി മൂവീസിൽ നോട്ടീസബിൾ ആണ് എല്ലാ ക്യാരക്ടേഴ്സും. വലിയ എഫേർട്ടൊന്നും വേണ്ട, ഐ ഗോ വിത്ത് ഫ്ലോ എന്നുള്ളതാണ്. പിന്നെ ഐ ഹവ് ഡൺ ഈ പറഞ്ഞ പോലെ ഓഡിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, എല്ലാ മൂവീസിനും മുമ്പേ ഓഡിഷൻസ് ഉണ്ടാവുന്നുണ്ടോ ഇപ്പോൾ? അതായത് എന്നെ ഇപ്പോൾ കണ്ടിരിക്കുന്ന മൂവീസിലൊക്കെ ഞാൻ സ്ക്രീൻ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അവരെന്നെ വിളിച്ചിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. അത് സ്ക്രീൻ ടെസ്റ്റിന് എങ്ങനെ അറിയും ഇങ്ങനെ ഒരു മൂവിയുടെ? അവര് വിളിക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന മൂവീസ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അതാണ്. ഞാൻ ഓഡീഷൻ ഞാനായിട്ട് പോയി കൊടുത്തതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതാ, അപ്പൊ എന്തോ ഒരു മാജിക്കും ഉണ്ട്, അതിന്റെ ഒപ്പം എന്റെ പ്യുവർ ഇന്റൻഷനും ഉണ്ട് ഇതിനോട്. നമ്മള് എങ്ങനെയാ അതിനെ കാണുന്ന, ഇഷ്ടത്തോടെയാണോ, എന്താണോ എന്റെ ഉദ്ദേശം ഇതിന്നുള്ളത് എപ്പോഴും പ്യുവർ ആയിരുന്നു. അതിനു വേണ്ടി വർക്ക് ചെയ്യാനും നോക്കിയിട്ടുണ്ട് പരമാവധി. ഓക്കെ, എന്തായാലും ന്യൂ നോർമലിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം. ന്യൂ നോർമലും എന്താ പറയാ, അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നത് അല്ല അനഘയുടെ? അല്ല. ഓക്കെ, അതിനു മുമ്പ് ഞാൻ 18 hours എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. വിച്ച് വാസ് നോട്ട് റിലീസ്ഡ് ഇൻ തിയേറ്റേഴ്സ്, കാരണം കൊറോണ ടൈമിലായിരുന്നു. അപ്പോൾ OTT-യിലാണ് നമ്മൾ റിലീസ് ചെയ്തത്. അതൊരു ഇങ്ങനൊരു ചെറിയ മൂവിയാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ. 5 പെൺകുട്ടികളും ഒരു സർവൈവൽ ത്രില്ലർ പരിപാടിയൊക്കെ ആയിരുന്നു, ഫൈറ്റും പരിപാടിയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതിനും മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഇറങ്ങാതെ പോയ 2 മൂവീസ് ഉണ്ട്. 2017-18 ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്ത്. അങ്ങനെ കുറെ അങ്ങനത്തെ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ന്യൂ നോർമൽ ആണ് ഇൻ എ വേ ബ്രേക്ക് തന്നത് എനിക്ക്. എന്റെ ഫേസ് ആളുകളിലേക്ക് എത്തുന്നതും എനിക്ക് അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യാമെന്നുള്ളതും ആളുകൾ, കാരണം അതുവരെ ഐ വാസ് ഹൗ ഡു ഐ സേ കുറച്ചൊന്ന് എന്നെ പേട്രിയാക്ട് ബൈ ഒരു ടോംബോയ് ക്യാരക്ടേഴ്സ്. എന്റെ ഷോർട്ട് ഹെയർ ഒക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു ടോംബോയ് സാധനങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. എന്നെ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല പഴയ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കുറെ ചെയ്യുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ന്യൂ നോർമൽ. ആക്ച്വലി ഇപ്പൊ പോലും എല്ലാവരും പറയും എന്നെ പല മൂവീസിൽ നിന്നും, ഓ ആ കുട്ടിയാണോ ആ കുട്ടി എന്നുള്ളത് കൺഫ്യൂഷൻ എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. എന്റെ ഹെയർ സ്റ്റൈൽ പലതിലും പലതായിരിക്കും. ഹെയർ സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ ഫേസ് മാറും. ന്യൂ നോർമലും ഒരു ബോൾഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. കാരണം അനഘയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മൾ പ്രേക്ഷകരുടെ ഒരു പെർസെപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് എന്താ പറയാ ചെയ്യാൻ പോകുന്ന ഒരു സാധനം, ഒരു അത്തരത്തിലൊരു ക്യാരക്ടർ ഏതെങ്കിലും രീതിയിൽ ആളുകൾ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ എടുക്കുവോ അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും അനഘയ്ക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? സ്വാഭാവികമായിട്ടുണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ വരുമ്പോ ആളുകൾക്ക് അങ്ങനെ ഇതിനെപ്പറ്റി വിവരമില്ലാത്തൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോ ഉറപ്പായിട്ടും പേടിയല്ല, എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർ ജഡ്ജ്മെന്റൽ ആണ് എന്നൊക്കെ നമുക്ക് അവരെ തിരുത്താനും പറ്റില്ല. ഇല്ല, നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പറയാനും പറ്റത്തില്ല. അവര് വളർന്ന രീതി അതായിരിക്കാം, നമുക്ക് സ്വീകരിക്കാതിരിക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് യു ഡിഡ് ദാറ്റ്, എന്തായാലും അത് ചെയ്തു അങ്ങനെ ഒരു സാധനം. അതിന് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് എവിടെ നിന്നാണ്, where did you get that courage from? I will have to appreciate the producer and the director also. വിമൽ എന്ന് പറഞ്ഞിട്ട് ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അവരാണ് ഈ ഐഡിയ എന്നുള്ളത്. അല്ല, അവർക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഗേൾ ലവ് സ്റ്റോറി വേണം, അതിന് ഇങ്ങനെ ഒരു LGBTQI എന്നുള്ളൊരു ടാഗിൽ ഇല്ലാണ്ട് ചുമ്മാ ഒരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ മനുഷ്യക്കും അത് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അതിനെപ്പറ്റി. എനിക്ക് എൻ്റെ തരാനുള്ള ഇൻപുട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് എല്ലാവർക്കും അറിയാം. അത് പിന്നെ പക്ഷെ എനിക്ക് സംസാരിച്ചു വന്നപ്പോൾ സംതിങ് ദാറ്റ് ഐ ഷുഡ് ബി ഓൾസോ പാർട്ട് ഓഫ്, എൻ്റെ ഒരു പേർപ്പസുമായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നി. കാരണം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടു പുട്ട് ഇറ്റ് ഔട്ട്, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള. പക്ഷെ എൻ്റെ ചുറ്റുപാടും എന്തോ ഭാഗ്യം നല്ല ആളുകളായിരുന്നു.
ഓക്കെ, ഒരുപാട് ജഡ്ജ്മെന്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല. ആ മൂവിക്ക് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു റിസീവ്? ഞാൻ പറയുന്ന അത്തരം പേഴ്സണൽ കാര്യങ്ങളല്ല, അല്ലാതെ എനിക്ക് തോന്നുന്നു ആളുകൾ ആദ്യമായിട്ട് അനഘയെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് ചിലപ്പോൾ അതിലായിരിക്കും, ന്യൂ നോർമലിലായിരിക്കും. അതെങ്ങനെ ഫീൽ ചെയ്തു? made me feel so good. Okay. കാരണം അതിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ആയാലും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. സിനിമാറ്റോഗ്രഫിയും ജിതിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂണിന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ് ആള്. അപ്പോ അതാ എനിക്ക് അങ്ങനെ നല്ലൊരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യാനും അത് എന്നെ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റി എന്നുള്ളതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. വേഴ്സറ്റൈലായിട്ട് ആ ഒരു ഇമോഷൻസ് പലതും പ്ലേ ചെയ്യാനും പറ്റി. നമുക്ക് ആഡ്സിലൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്ത മൂവി ഇറങ്ങിയിട്ടുമില്ല. 18 hours പിന്നെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കുറെ പരിപാടികളുണ്ട്, സർവൈവലും ഒക്കെ ഉണ്ട്. ന്യൂ നോർമൽ ആണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഗ്രേസ് കണ്ടത്. കറുപ്പ് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴിലേക്ക് ചോട് വെച്ചു, ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തു, ബിനുവിനെ ആക്സെപ്റ്റ് ചെയ്തു. ലൈക്ക് ആ മൂവിയിൽ നോട്ടീസബിളായി. അതുപോലെ നിങ്ങളുടെ കോംബോ ഇന്ദ്രൻ ചേട്ടനും ഇസ് എ പെർഫെക്റ്റ് മാൻ. ആൾക്കാരുടെ ഹൃദയം തകർക്കണമെങ്കിൽ എങ്ങനെ അവിടേക്ക് എത്തി? ഫസ്റ്റ് ഓഫ് ഓൾ മുമ്പ് പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ ന്യൂ നോർമൽ, പക്ഷെ തിരിഞ്ഞു നോക്കണം. എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് കിട്ടുമോ എന്നെപ്പോഴും ആലോചിക്കുന്ന ആളാണ് ഞാൻ. അത് വെരി ട്രൂ ആണ്. ഇപ്പൊ ന്യൂ നോർമൽ ചെയ്തില്ലായിരുന്നെങ്കിൽ കാതൽ എന്ന് പറഞ്ഞ മൂവി ഇല്ല, കാതൽ ദ കോർ എന്ന് പറഞ്ഞ മൂവി ഇല്ല. കാരണം ബേബി സാർ ആയാലും മമ്മൂട്ടി സാർ ആയാലും അത് കണ്ട് ആള് കറക്റ്റാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അവര് വിളിച്ചത്. അവരും കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നിരുന്നു. കാതൽ ദ കോർ എന്ന് പറഞ്ഞ മൂവി ഇല്ലായിരുന്നെങ്കിൽ ഈ കറുപ്പ് എന്ന് പറഞ്ഞ മൂവി ഇല്ല. അത് വെരി ബിഗ് ഫാക്ട്. അപ്പോൾ ഐ ലൈക്ക് ടു ഗോ ബാക്ക് ഹൗ ഐ കെയിം. എന്ത് പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ ചെറിയ ഒരു തെറ്റ് പറ്റിയാലും അതിൽ നിന്ന് ഉണ്ടായ റിയാക്ഷൻസ് ആണ് ഇപ്പൊ എനിക്ക് നടക്കുന്നത്. കാതൽ കണ്ടിട്ടാണ് RJ ബാലജി സാർ വിളിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. ആൾക്ക് മമ്മൂട്ടി സാറിനോടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്, ജിയോ ബേബി സാറിനോടും, ടു ഡു സച്ച് എ മൂവി. ആൻഡ് ആ ക്യാരക്ടർ ഫെമി എന്ന് പറഞ്ഞ ചെറിയ ക്യാരക്ടറാണ്, അതിനുള്ളൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ RJ ബാലാജി സാർ ബിനുവിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നുമല്ല, ആളുകൾ ആക്സെപ്റ്റ് ചെയ്തത് ആ ബിനു എന്നുള്ള ക്യാരക്ടറാണ്, ഞാൻ ചെയ്തുകൊണ്ടെന്നുള്ളതല്ല. അത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ആണ്. ഇത്രയും സ്ട്രോങ്ങും ആണ്, എന്നാൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോകുന്നൊരു കുട്ടിയാണ്. രണ്ടിൻ്റെ ഒരു മിശ്രിതമാണ്. അപ്പോൾ വിച്ച് വാസ് എക്സ്പ്ലെയിൻഡ് വെൽ ആൻഡ് ഹി ഹാഡ് എ ബിലീഫ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക്. അല്ലെങ്കിൽ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ്, എന്നാൽ കൂടെ ആൾക്ക് കാതൽ കണ്ട് ഫെമീനെ ഇഷ്ടമായിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അനഘ പറഞ്ഞു വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി, ഇന്ദ്രൻ ചേട്ടനും അനഘയും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയം തകർക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, വളരെ ഗംഭീരമായിട്ട് അഭിനയിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ബിനു എന്ന ക്യാരക്ടർ ചെയ്യുന്ന അനഘ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. എങ്ങനെയായിരുന്നു ആ ഗിവ് ആൻഡ് ടേക്ക് അവിടെ? എങ്ങനെയായിരുന്നു ആ എസ്കലേഷൻ അവിടെ സംഭവിച്ചത്, ലൈക്ക് ആ ക്യാരക്ടറിലേക്കുള്ള? ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ, ഐ ബിലീവ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇന്ദ്രൻ സാർ ഉറപ്പായിട്ടും എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെയല്ല, പിടിച്ചു നിൽക്കണം ആളുടെ ഒപ്പം എന്നുള്ളത് എപ്പോഴും എൻ്റെ തലയിലുണ്ട്. ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ ഒപ്പം ആക്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അതാണ് ഓക്കെ ഒരു ചലഞ്ച് എന്നുള്ളതിലും ഐ ഷുഡ് ഡു ഇറ്റ്. ബിക്കോസ് അവിടെ നിന്നുള്ള ആൾ ഓൾറെഡി തരുന്നുണ്ട്. ആളുടെ ഫുൾ ഇൻപുട്ട്, ആളുടെ ഫുൾ ഉള്ളിൽ നിന്ന് അത് ഇടുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഐ ഷുഡൻറ്റ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ആ സമയത്ത് ബീയിങ് എ ഗുഡ് ആക്ടർ ഇസ് ഡൂയിങ് വാട്ട്സ് നീഡഡ്. ആ സമയത്ത് ഞാൻ ഐ എം ഓൾവേസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഞാൻ ഡയറക്ടറിന്റെ മുഖത്തെ നോക്കുള്ളൂ എപ്പോഴും. അപ്പോൾ എനിക്കങ്ങനെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ഇന്ദ്രൻ സർ എന്ന് പറഞ്ഞൊരു ലെജൻഡാണ്, ഐ ഷുഡ് യുനോ കീപ്പ് അപ്പ് എന്നുള്ളതല്ല എൻ്റെ ചിന്ത. ഐ ഷുഡ് കീപ്പ് അപ്പ് വിത്ത് ദ ക്യാരക്ടർ. അഭിനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഫുൾ എഫേർട്ട് കൊടുക്കണം എന്നുള്ളത് ഞാൻ ആലോചിക്കുള്ളൂ. തമിഴിൽ ഇത്രയും ഭയങ്കര ഒരു വലിയ മൂവി ചെയ്തപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എന്തൊക്കെയാണ് പഠിച്ചത് അവിടെ നിന്ന്? ഐ ലേൺ ലൈഫ് ഫ്രം എവറി സെറ്റ്. ഓക്കെ, ഞാൻ എന്നെ തന്നെയാണ് എല്ലാ സെറ്റിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വേണം ഇനി ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്തൊക്കെയാ ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മാറിയിട്ടുണ്ട് കുറെ. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ പോയിട്ട്
സ്കിൽ സെറ്റ്സ് ഒക്കെ എന്തെങ്കിലും രീതിയിൽ ഇംപ്രൂവ് ആ എന്തായാലും പിന്നെ അവരുടെ ക്യാമറ വർക്കുകളൊക്കെ ഡിഫറെന്റ്, ഫുൾ സെറ്റപ്പ് ഇസ് ഡിഫറെന്റ്, ലൈറ്റിംഗ് ഇസ് ഡിഫറെന്റ്. അപ്പൊ അത് ടെക്നിക്കലി കുറച്ചുകൂടി എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്ത ആ വർക്ക് GK വിഷ്ണുവിന്റെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. അവരുടെ ട്രെയിനിങ് ഒക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അതിൽ എനിക്ക് കുറെ ടെക്നിക്കലിയും നമ്മൾ ആസ് എൻ ആക്ടർ ഹൗ ടു ബി എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലാ മൂവീസിൽ നിന്നും ഐ ട്രൈ ടു ടേക്ക് ടെക്നിക്കലി സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ലാംഗ്വേജ് ബാരിയർ ഒന്നും ഉണ്ടായിരുന്നില്ല? ഓ, ഫസ്റ്റ് തമിഴ് ആയതുകൊണ്ട് എനിക്ക് തമിഴ് അറിയാം, എന്നാൽ നമ്മൾ സംസാരിച്ച ശീലമില്ലല്ലോ. കൺവേഴ്സ് ചെയ്ത് അറിയാം, പക്ഷേ പടമൊക്കെ കണ്ടും പാട്ട്. എന്റെ പ്ലേലിസ്റ്റ് എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. എന്റെ പ്ലേലിസ്റ്റ് മൊത്തം തമിഴ് പാട്ടുകളാണ്. ഞാൻ തമിഴ് പാട്ടേ കേൾക്കൂ. അതിപ്പോ ഇവിടെ മലയാളം സെറ്റിൽ ആണെങ്കിലും ഞാൻ കരവാനിലിരുന്ന് മലയാളം പാട്ടായിരിക്കും, തമിഴ് പാട്ടായിരിക്കും ഞാൻ കേൾക്കുന്നത്. തമിഴ് അറിയാം, നമ്മൾ കൺവേഴ്സ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടുള്ള കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ട് ലുക്ക് ടെസ്റ്റിനൊക്കെ പോയിട്ട് ഞാൻ കുറച്ചൊന്ന് പാടുമായിട്ട്, ബിക്കോസ് ഡയറക്ടറും ബാക്കി ടീമും ഒക്കെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷും ഒക്കെ കലർത്തി അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ടീം, അതായത് താഴേക്കുള്ള വരുന്ന പ്രൊഡക്ഷൻ ടീമിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയില്ല, തമിഴ് തന്നെ കൺവേഴ്സ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. കുറച്ച് ഹിന്ദിയൊക്കെ ഇടയിലൊക്കെ വന്നു, ഹേ ഇറുക്ക് ഹേ എന്നൊക്കെ വന്നു. രണ്ടും കൂടി മിക്സ് ആയിട്ടൊക്കെ വന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഹിന്ദി എനിക്ക് കുഞ്ഞിലെ സംസാരിച്ച് ശീലമുണ്ട്. കാരണം കസിൻസ് ആർ, എന്റെ ഫാമിലി മോസ്റ്റ് ഓഫ് ദം ആർ മിക്സ്ഡ്, ലൈക്ക് ഗുജറാത്തിലാണ് അവർ സെറ്റിൽഡ്. അപ്പൊ അവർക്ക് ഇങ്ങനെ മറാഠിയൻസ് ഉണ്ട്, എല്ലാവരും മിക്സ് ആണ്. അപ്പൊ മലയാളം അറിയില്ല, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഹിന്ദിയെ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനൊരു ശീലം ഉള്ളതുകൊണ്ട് അപ്പൊ അതാണ് എന്റെ തലയിൽ ആകെയുള്ള അറിയുന്ന വേറൊരു ലാംഗ്വേജ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നുള്ള തമിഴ് സംസാരിക്കാതെ ആദ്യമൊക്കെ കുറച്ച് പണി കിട്ടിയിരുന്നു. പിന്നെ ഇപ്പൊ ഭയങ്കര ചില്ലാണ്. ഈസി അല്ല, പക്ഷെ എന്നാലും ഈസിയാണ് ലാംഗ്വേജ് ഇത് ചെയ്യാനല്ലേ, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈസി അല്ല. ഡോണ്ട് മൈൻഡ് ലേണിംഗ്. തെലുങ്ക് ഒന്നും അറിയില്ല എനിക്ക്. ഓക്കെ. ഇപ്പൊ ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കിൽ കുറച്ച് തെലുങ്ക് ടീംസ് ഉണ്ട്, അവിടെയുള്ള ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്ന് ഓരോ ദിവസം ഇരുന്നിട്ട് ഫുഡ് കഴിച്ചോ ഇല്ല, അതിനൊക്കെയാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് പഠിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ. മാനിഫെസ്റ്റേഷൻ ബിലീവ് ചെയ്യുന്നുണ്ടോ? ബിക്കോസ് ഞാൻ കണ്ട ഈ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ പലതിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കഥ ഞങ്ങൾ മനസ്സിൽ കയറുന്ന ഒരു കഥയുണ്ട്. സൂര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മമ്മൂക്കയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ സൂര്യനെ? ഫോൺ കോൾ വഴി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ അനഘ പറഞ്ഞു, ഇനി ഞാൻ സൂര്യനെ കാണുന്നത് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത് എന്നൊരു വാക്ക് പറഞ്ഞു വെറുതെ. ആൻഡ് ഇറ്റ് ലിറ്ററലി മാനിഫെസ്റ്റഡ്. അങ്ങനെ ആയിരുന്നു അല്ലേ? ഐ ഡു ബിലീവ് ഇൻ ബിലീവിങ് തിങ്സ്. അതായത് സ്ട്രോങ്ലി ഞാനൊരു കാര്യം വേർഡ് ഇപ്പോൾ പറയുന്നു, അതിൽ ഞാൻ ഉള്ളിൽ വിശ്വസിച്ചിട്ടാണ് പറയണേ, അതിനു വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും എന്ന് വിശ്വസിക്കുന്ന ആളാ. ശരി, പണിയെടുക്കണം അതിനു വേണ്ടി. ചുമ്മാ പറഞ്ഞിട്ട് വെയിറ്റ് ഇപ്പൊ വരും എന്ന് പറഞ്ഞിരിക്കരുതല്ലോ. നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് വിടണം. അപ്പോൾ അതാ സംഭവം. എനിക്കത് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതലിൽ നിന്നാണ് എന്നെ ആർ ജെ ബാലാജി സാർ വിളിക്കുന്നതും, കാതലിൽ നിന്ന് തന്നെയാണ് ഞാൻ സൂര്യ സാറിനെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഇത് ആദ്യം എന്നെ ആർ ജെ ബാലാജി സാർ വിളിക്കുമ്പോൾ സൂര്യ സാർ അല്ല കൺഫേംഡ്. they were on talks with some other actors. ആരാണെന്നുള്ളത് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല, സൂര്യ സാറാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ അടുത്ത് വിളിച്ചിട്ട് സൂര്യ സാറാണ് ചെയ്യണം, അപ്പോൾ പ്രൊഡക്ഷൻ മൊത്തം മാറും, അപ്പോൾ അനഘ ഒന്ന് വെയിറ്റ് ചെയ്യേ പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ മാറണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ സൂര്യ സാറിന് കേട്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് തിങ് വാസ് അമ്മേനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഞാൻ എക്സൈറ്റഡ് ആവും അങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ. അല്ലാത്തപ്പോൾ ഞാൻ ഭയങ്കര മറ്റേ കാമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. എനിക്ക് മനസ്സിലാവുള്ള അത് ശരിക്കും നടക്കുകയാണോ അങ്ങനത്തെയുള്ള. അത് കഴിഞ്ഞ് കൺഫേം ചെയ്തു. ബിക്കോസ് പ്രൊഡക്ഷൻ മാറിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ടു ആക്ട് ഇൻ സർട്ടൻ ക്യാരക്ടർ അവരെന്തായാലും ദേ വാണ്ട് നോൺ ഫേസ് എന്നൊക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ. കറക്റ്റായിട്ട് നടന്നു. അത് കേട്ടപ്പോൾ സൂര്യ സാറാന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് തിങ് വാസ് ടു റിമെമ്പർ വാട്ട് ഐ സെഡ് ദാറ്റ് ഡേ അമ്മയടുത്ത്. ചുമ്മാ തമാശക്ക് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അതിനൊരു ഹൗ ഡു ഐ സേ, ഞാൻ ഇങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ ഐ പുട്ട് ഇറ്റ്. എനിക്ക് സ്ട്രോങ്ലി ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു വയറിന്ന് വരുന്ന ഒരു ഫീലിംഗ് അത്.
പറയാം ഉറപ്പാ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുക. അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ വളരെ റെയറായിട്ടേ പറയൂ, അത് നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ അടുത്തെന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാനുണ്ടോ പെട്ടെന്ന്? പറഞ്ഞിട്ടുണ്ട്. I hope it comes true. എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കരിയർ ഗ്രാഫ്. വേറൊരു കാര്യം ഞാൻ ആ കഥ കേട്ടപ്പോഴത്തേക്കും നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയായിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. കാരണം മമ്മൂക്ക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു കുക്കൂണൊന്ന് ഇത് ചെയ്തൊന്ന് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു റാപ്പോ ഉള്ളതുപോലെ എനിക്ക് തോന്നി ആ കഥ കേട്ടപ്പോൾ. കൊക്കോൺ തുറന്നു പോവാൻ നോക്കാത്ത ആളാ ഞാൻ. ഓക്കെ, അതാണ് എൻട്രി ചെയ്യാന്നുള്ളത് ഭയങ്കര. ഞാൻ കൊറേ അമ്മയൊക്കെ ഇങ്ങനെ നമുക്ക് പോയി ഫോട്ടോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്തിനാ അവരെ ശല്യപ്പെടുത്തണെന്ന് അങ്ങനത്തെ ആളാ ഞാൻ. ഇപ്പൊ മാറിട്ടോ, ആളത് തുറന്നു തന്നോണ്ടാട്ടോ. He was treating me like a kid. മോളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്ത് എന്നെ ഉപദേശമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഹോം സ്കൂളിലാണ്. ഹോം സ്കൂളിലാണോ? ആള് പറഞ്ഞു അങ്ങനെ പറ്റുവെച്ചാ ചെയ്യാത്, കോഴ്സൊക്കെ പഠിക്കുക. കാരണം ആൾക്ക് അത് അങ്ങനത്തെ കാര്യങ്ങൾ ആള് ഭയങ്കര വാല്യൂ ചെയ്യുന്നതാണ്. അത് അതിന്റെ വാല്യൂ എനിക്ക് കാണാനുണ്ട്. ആളുടെ ശൈലിയിലും ആളുടെ ബിഹേവിയറിലും അതിന്റെ ഗുണങ്ങൾ കാണാനുണ്ട്. ഹിസ് എഡ്യൂക്കേഷൻ, ഹിസ് അപ്ഡേറ്റ്സ് ഓൺ ടെക്നോളജി, ഓൺ എവറിഥിങ് എല്ലാം ആൾക്ക് അറിയാം. ലോകം മാറുന്നത് അറിയാം. അത് കാരണം ആൾക്ക് ചെറിയ കുട്ടികൾ തൊട്ട് എത്ര പ്രായമുള്ളവരെ അടുത്തും സംസാരിക്കാനുള്ള അറിയാം. ഹി ഹാസ് നോളജ് അല്ലെങ്കിൽ കണ്ടന്റ് ടോപ്പിക്സ് ടു ടോക്ക് വിത്ത് ഈവൻ എ സ്മോൾ കിഡ് ഇസ് വാട്ട് ഐ ആം സേയിങ്. ഒരു കുഞ്ഞു ബേബിയുടെ അടുത്ത് വരെ സംസാരിക്കാനുള്ള ടോപ്പിക് ആളുടെ കയ്യിലുണ്ട്. എനിക്ക് അതിനെ തോന്നുന്നു. അല്ല ആൾ അങ്ങനത്തെ ഭയങ്കര അങ്ങനത്തെ അപ്ഡേറ്റഡ് ആണ്. He doesn't feel that age difference with people. ഹോം സ്കൂൾഡ് ആണല്ലേ അനഘ? ഐ ഡിഡ് നോ ദാറ്റ്. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാനൊരു 9th വരെ സ്കൂളിൽ പോയിട്ടുണ്ട്. 9th ഒരു ഹാഫ്. അതൊരു ബോൾഡ് ഡിസിഷൻ ആണ്. അനഘയുടെ അമ്മ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് കാലഘട്ടം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പേരൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ അനുവദിക്കാൻ, ഹോം സ്കൂളിംഗ് അനുവദിക്കാൻ. എനിക്ക് ഒരുപാട് രീതിയിൽ അനഘയുടെ ആറ്റിറ്റ്യൂഡിലും പേഴ്സണാലിറ്റിയിലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡിഫറൻസസ് കാണാനുണ്ട്. എനിക്ക് ഒരുപാട് യു ഇൻസ്പയർ മീ ആക്ച്വലി കുറേ കാര്യങ്ങൾ. എനിക്ക് പേരന്റൽ ഗൈഡൻസിനെ പറ്റിയിട്ട് എനിക്കൊന്ന് അറിയണം. ഹോം സ്കൂളിംഗ് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ആയത്. ഞാൻ കുഞ്ഞിലേ ഇങ്ങനെ തന്നെ എൻ്റെ പാരൻസും അങ്ങനത്തെ ഐഡിയോളജീസ് ഉള്ള ആളുകളാണ്. ബട്ട് സ്റ്റിൽ സൊസൈറ്റിയിൽ കുറെ സൊസൈറ്റീനെ മാനിച്ചു ജീവിക്കുന്ന കുറച്ച് ആളുകളാണ്. അപ്പൊ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് എനിക്കും എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പൊ ദേ ഹാവ് ചേഞ്ച്, ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ലൈഫ്, വേൾഡ് ഇസ് ചേഞ്ചിങ്. വേൾഡ് അവർ ജനിച്ച സമയത്തുള്ള വേൾഡ് അല്ല എന്നൊക്കെയുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഹോം സ്കൂളിംഗ് എന്നുള്ളൊരു ഐഡിയ എൻ്റെതല്ലായിരുന്നു. അത് അച്ഛൻ്റെ വയന്ന് അറിയാണ്ട് വന്നു പോയതാ. അച്ഛൻ അറിയാതെ അച്ഛൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്. ഹി ഹാസ് മെറ്റ് കിഡ്സ് അറൌണ്ട് ദ വേൾഡ് ഹൂ ഡസ് ഹോം സ്കൂളിംഗ്. വി ഹാവ് ഹോസ്റ്റഡ് സെവറൽ. എനിക്ക് കുഞ്ഞിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു ഒരു ഫോറിൻ ചേട്ടൻ, ഒരു അമേരിക്കയിൽ നിന്ന് വേറെ ഒരു വന്നൊരാൾ, വി ഹാവ് ഹോസ്റ്റഡ് ഹിം. ഹി മേഡ് us ഫുഡ്, നല്ല കിടിലം ഫുഡൊക്കെ ഉണ്ടാക്കി തരണം. എനിക്ക് അങ്ങനെ ഓർമ്മ. അങ്ങനെ അച്ഛന് അത് ആളിങ്ങനെ ഹോം സ്കൂൾഡ് ആണ്, ആളിങ്ങനെ ട്രാവൽ ചെയ്താണ് പഠിക്കുന്നത് എന്നൊക്കെ അച്ഛൻ അങ്ങനെ അവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. കുറെ പേര് അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ഛന് അതിനെ പറ്റിയുള്ളൊരു വിവരമുണ്ട്. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഈ 8th സ്റ്റാൻഡേർഡ് വരെ ഒരു പെർട്ടിക്കുലർ സ്കൂളിലായിരുന്നു, ഇവിടെ എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചാലക്കുടി, എൻ്റെ നാട് അവിടെയാണ്, അങ്ങോട്ട് പോയി വേറൊരു പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത് അവിടെ എനിക്ക് യൂണിഫോം പോലും കിട്ടിയിട്ടില്ല. 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ യൂണിഫോം പോലും കിട്ടുള്ളൂ. അവിടെ എനിക്കിങ്ങനെ സ്പോർട്സും ഇല്ല. സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒളിമ്പിക്സ് എന്നുള്ള എയിമിലാണ് ഞാൻ സ്കൂൾ ടൈം മൊത്തം ഉണ്ടായിരുന്നത്. അത്രയും നല്ലതായിരുന്നു. ഐ വാസ് റിയലി നൈസ്ലി ട്രെയിൻഡ്. അപ്പോൾ വി ഹാഡ് അതർ ഓപ്ഷൻസ്. ഇപ്പോൾ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും പോയി പഠിക്കാൻ, ഞാൻ CBSE പഠിച്ചിരുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു എയിം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, ഹൗ ടു ഗെറ്റ് മൈ അത്ലറ്റിക്സ് ഔട്ട് എന്നുള്ളതായിരുന്നു. അതില്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി മുക്കാൽ എൻ്റെ ഇത് പോയി. കാരണം സ്പോർട്സ് ഇല്ലാത്ത സ്കൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതായിരുന്നു. അതേപോലെ ആർട്സും ഇല്ല. ആർട്സ് ആൻഡ് ഡാൻസ് ഒക്കെ ഭയങ്കര, ഒരു പാട്ടിൽ ഗ്രൂപ്പ് ഡാൻസ്, ഒരു പാട്ടിൽ എല്ലാ ഗ്രൂപ്പ്സും കളിക്കണം. അപ്പം എനിക്കത് ഭയങ്കര റെഗുലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, സ്പോർട്സും ആർട്സും. അതേപോലെ പഠിത്തവും അങ്ങനെ ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല. ആ സ്കൂൾ എന്നെ കുറച്ചൊന്ന് താഴ്ത്തി. എനിക്ക് കുറച്ചൊന്നൊരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോലും അറിയാണ്ട് എനിക്ക് മറ്റേ മടി, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. ആ പ്രായത്തിലൊക്കെ അങ്ങനെ മടി ഉണ്ടായിരുന്നു, പോകണം എന്നുള്ളായിരുന്നു എനിക്ക്.
സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെ കാണണം, എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ഐ ലോസ് ദാറ്റ് ഒരു ഫീൽ ഓഫ് ഗോയിങ് ടു സ്കൂൾ. അതുകൊണ്ട് അങ്ങനെ മടി പിടിച്ചിരുന്നപ്പോ അച്ഛന്റെ ഐഡിയ ആയിരുന്നു. അച്ഛന്റെ വായന അറിയാണ്ട് വന്നപ്പോ എന്നാ പിന്നെ ഹോം സ്കൂളിങ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛാ എന്താ പറഞ്ഞേ എന്നിട്ട് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഓപ്പൺ സ്കൂളിംഗ് NIOS. യു ക്യാൻ റൈറ്റ് യുവർ എക്സാംസ് വിത്തൗട്ട് ഗോയിങ് ടു സ്കൂൾ. യു ക്യാൻ ജസ്റ്റ് ലേൺ ബൈ യുവർ ഓൺ. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും അങ്ങനെ എഴുതിയെടുക്കാം, 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ വിച്ച് സൗണ്ടഡ് ബെറ്റർ. പക്ഷേ വി ഹാഡ് അനദർ ഓപ്ഷൻ. എനിക്കിങ്ങനെ ആ സമയത്ത് മേഴ്സിക്കുട്ടൻ എന്ന് പറഞ്ഞ അത്ലീറ്റ് ഉണ്ട്, പഴയ PT ഉഷ, അടിപൊളി അത്ലീറ്റ്സ് ആണ്, നമ്മുടെ ബെസ്റ്റ് അത്ലീറ്റ്സ് ആണ്. അവരുടെ ഒരു സ്കൂളുണ്ട്, അപ്പൊ അവിടെ പോയി ജോയിൻ ചെയ്യാൻ നോക്കി. അപ്പൊ അവിടെ എന്തോ ആ സമയത്ത് അഡ്മിഷൻസ് കഴിഞ്ഞു. അത് കൂടി നടക്കാതെ ആയപ്പോഴാണ് കംപ്ലീറ്റ്ലി വി ചോസ് ഓക്കെ ഹോം സ്കൂളിംഗ്. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ടേൺഡ് ഇൻടു കംപ്ലീറ്റ്ലി സ്പോർട്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പോയേനെ. ഓക്കെ. എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പഠിത്തം പോകുന്നത് പോലെ ഫീൽ ചെയ്തോ ഹോം സ്കൂളിംഗ് വന്നതിന് ശേഷം? ബിക്കോസ് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, എവറിബഡി ഈസ് അറൗണ്ട് യു, ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ. ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ എപ്പോൾ ഇത് പഠിക്കണം. അമ്മ ആക്ച്വലി ടീച്ചറാ, അച്ഛനും ടീച്ചറാ. ഓക്കെ. ഫിസിക്സും അതില്ല, കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അച്ഛൻ അബാക്കസും വേദിക് മാത്സും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് 10th ഏറ്റവും വലിയൊരു സങ്കടം വന്നതെന്ന് വെച്ചാൽ മാത്സ് കുഞ്ഞിലേ തൊട്ട് ഞാൻ അബാക്കസ് ഒക്കെ കുഞ്ഞിലേ ചെയ്യായിരുന്നു. 2 വയസ്സിലൊക്കെ അബാക്കസ് ചെയ്യായിരുന്നു. പിന്നെ അത് പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ടായി. ഈ എക്സാം 10ാം ക്ലാസ്സിന്റെ എക്സാം മാത്സ് എഴുതിയിട്ട് ഞാൻ മാത്സ് തോറ്റു. I had to rewrite maths and I never thought that would happen. എനിക്കത് ഭയങ്കര ബ്രേക്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു ബ്രേക്ക് ആയി പോയൊരു മൊമെന്റ് ആയിരുന്നു. കാരണം ഐ തോട്ട് ഐ എം ഗുഡ് അറ്റ് മാത്സ്. കാരണം മാത്സ് ആണ് എൻ്റെ ആരും വിശ്വസിക്കില്ല. ഞാൻ ഏതാ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് ചോദിച്ചാൽ മാത്സ് എന്ന് പറയും. പിന്നെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് അങ്ങനെ എളുപ്പമല്ലല്ലോ. അത് നമ്മൾ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച് തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ സ്കൂളിൽ ടീച്ചർ പറയുമ്പോൾ എൻ്റെ തലയിലേക്ക് ഫീഡിനാവും. ഞാൻ എല്ലാം ശ്രദ്ധിക്കും, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ അലമ്പൊക്കെ. അപ്പോൾ പഠിച്ചു വയ്ക്കും, എൻ്റെ തലയിൽ സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ ആ സാധനം ആക്ച്വലി ബ്രേക്ക് ആയല്ലോ ഹോം സ്കൂളിംഗിൽ. ദാറ്റ് ഇസ് നോട്ട് ദെയർ. എനിക്കത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പണിയായിരുന്നു. ഇഫ് ഇറ്റ്സ് എ കിഡ് ഹു ഇസ് ഹോം സ്കൂൾ ഫ്രം ചൈൽഡ്ഹുഡ്, ഓക്കെ, അവർക്കൊരു പഠിക്കാനുള്ള രീതിയൊക്കെ അറിയാം. എനിക്കിത് പുതിയതായിരുന്നു. അങ്ങനെ മാത്സിൽ തോറ്റപ്പോൾ എനിക്ക് ആകായി പോയി, ഇതെന്തിനാണ് ഞാൻ ചൂസ് ചെയ്തതെന്നുള്ളതായി പോയി. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ തന്നെയായിരുന്നു ഡാൻസിലോട്ട് കയറുന്നതും അഭിനയത്തിലോട്ട് കയറുന്നതും. ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു ലൈഫിൽ. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വീട്ടുകാർക്കും ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നാട്ടിലൊക്കെ. കുട്ടി മോള് സ്കൂളിൽ പോകില്ല എന്ന് പറയാൻ നാണക്കേടല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ പേരോട് പറയാണ്ടിരുന്നിട്ടുണ്ട്.